ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉഴുന്നും അരിയും അരയ്ക്കാതെ വളരെ ക്രിസ്പിയായ ഒരു ദോശ നമുക്കുണ്ടാക്കിയാലോ? ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കണ റവയാണ്, അധികം തരിയില്ലാത്തത്. ഇനി നമുക്ക് 1 കപ്പ് അരിപ്പൊടി, വറുത്തരിപ്പൊടിയാണ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് നമ്മൾ മൈദ ചേർത്തി കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില അരിഞ്ഞ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി വന്നിട്ട് നമുക്ക് 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വന്നിട്ട് കുരുമുളക് പൊടി നമുക്ക് 1/2 ടീസ്പൂൺ ചേർത്തി കൊടുക്കാം. ഇനി വന്നിട്ട് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തു. നമ്മൾക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഇത് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് ലൂസായി കലക്കിയെടുക്കണം. നല്ല പോലെ കുറച്ച് വെള്ളം പോലെ നമുക്ക് കലക്കിയെടുക്കണം. ആവശ്യം പോലെ നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലൊരു കനം കുറഞ്ഞ പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കണം. എന്നാലാണ് നമ്മുടെ ദോശ നന്നാവുള്ളൂ. നമ്മുടെ ചാനലിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. 1/2 മണിക്കൂർ നേരം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ റവ എല്ലാം കുതിർന്ന് നല്ല പോലെ നമുക്ക് മാവ് കിട്ടും. ഇനി നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞു ഇത് നമ്മൾ എടുക്കുകയാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കി കൊടുത്ത് കുറച്ച് മുഴുവൻ ജീരകം നമുക്ക് ഇതിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച മുളകാണ്, അത് നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തൂളി കൊടുക്കാം. ചതച്ച മുളകാകുമ്പോൾ നമുക്ക് നല്ല ഓർഗാനിക് മുളകുകളാണ്. അതേപോലെ തന്നെ ജീരകവും ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി ഇതേ പരുവത്തിൽ നമ്മൾ നല്ല ലൂസാക്കി എടുക്കണം. അപ്പോഴാണ് നമ്മളത് കോരി ഒഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടുകയുള്ളൂ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാന് അടപ്പത്ത് വയ്ക്കുകയാണ്. പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായി അരിഞ്ഞ സവോള കുറച്ച് നമുക്ക് ഇതേമാതിരി ഒന്ന് അടിയിൽ വിരിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതേ പരുവത്തിൽ നമുക്ക് ഈ മാവിനെ കല്ലിലേക്ക് കോരി ഒഴിക്കാം. ഇതേമാതിരി നമ്മളെല്ലാവിടെയും ഒന്ന് കോരി ഒഴിച്ച് എടുക്കണം. ഇത് നമുക്ക് അരയ്ക്കൊന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് എല്ലാവരും പൊടിയാണ്, എപ്പോഴും നമ്മുടെ വീടുകളിലുള്ള പൊടികളാണ്. നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനും ഇത് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ചെറുപ്പക്കാർക്കായാലും പ്രായമായവർക്കായാലും കഴിക്കാൻ വളരെ നല്ലതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞടി നല്ല പോലെ ഒന്ന് മൊരിയുന്ന വരെ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. ഇതേമാതിരി എല്ലാം നമ്മളെ ദോശ ഇങ്ങനെ ഒരു ഓട്ടയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതേമാതിരിയാണ് റവ ദോശ ഇരിക്കുക. അങ്ങനെ നമ്മുടെ ദോശ വെന്ത് ഓരോന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതേമാതിരി നമ്മൾ മടക്കിയെടുത്ത് കഴിഞ്ഞാലും കാണാനും നമുക്ക് നല്ല ഭംഗിയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതേമാതിരി നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ചായയുടെ പാലിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അവർക്കും നല്ലതാണ്, അവർക്ക് ഇഷ്ടപ്പെടും. എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതേമാതിരി അങ്ങനെ ഓരോന്നായിട്ട് നമ്മുടെ ദോശ നമുക്ക് ചുട്ടെടുക്കാം. മറ്റൊരു റെസിപ്പി ഏതാണ് വേണ്ടതെന്ന് ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന റെസിപ്പി നിങ്ങൾക്കായി ഞങ്ങൾ തയ്യാറാക്കുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.